നമസ്കാരം. അയർലൻഡ് ഇന്ത്യക്കാരെ എക്കാലത്തും സ്വാഗതം ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യക്കാരിൽ പ്രത്യേകിച്ച് മലയാളികളൊക്കെയായി എത്രയോ പേർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അയർലൻഡിൽ ജോലി നോക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ വർഷത്തെ വിസ അനുവദിച്ച കണക്കുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് ഏറെ അഭിമാനകരമായ നേട്ടമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയിൽ നിന്ന് വിസയ്ക്കായി അപേക്ഷിച്ച 92.4% പേർക്കും അയർലൻഡ് വിസ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷേ ഇത് ഒരു റെക്കോർഡായി നോക്കുകയാണെങ്കിൽ കണക്കാക്കാം. കാരണം ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് വിസ അപേക്ഷിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജോലി, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തന്നെ അപേക്ഷിക്കുമ്പോൾ അതെല്ലാം അനുവദിക്കണമെന്നില്ല. ഇതിപ്പോൾ ഏതാണ്ട് ഇതിൽ ഭൂരിഭാഗം 92% ആളുകളുടെയും അപേക്ഷ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയായി നമ്മൾ കണക്കാക്കേണ്ടി വരും. കാരണം ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ മേഖലയിലും മറ്റുമൊക്കെ തന്നെ ഇന്ത്യ പുലർത്തുന്ന ഏറ്റവും മികച്ച നിലവാരം തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇതിന് പ്രധാന കാരണമായി മാറിയിട്ടുള്ളത്. എന്നാൽ ചില രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അപേക്ഷകൾ 1-2 മാത്രം സ്വീകരിച്ച് ബാക്കി 90%-അധികം തള്ളിക്കളഞ്ഞ സംഭവങ്ങളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. 72,137 പേർക്കാണ് അയർലൻഡ് കഴിഞ്ഞ വർഷം വിസ അനുവദിച്ചത്. എന്നാൽ ബുറുണ്ടി പോലുള്ള രാജ്യങ്ങളുടെ കാര്യം വളരെ വിചിത്രമാണ്. ഈ രാജ്യത്ത് നിന്ന് ഒരാൾക്ക് മാത്രമാണ് വിസ അനുവദിച്ചിട്ടുള്ളത്. ആകെ അപേക്ഷകൾ ലഭിച്ചത് 136 എണ്ണമായിരുന്നു. അവരിൽ ഒരാളിനെ മാത്രമാണ് വിസ നൽകാനായി അയർലൻഡ് തിരഞ്ഞെടുത്തത്. ഒരുപക്ഷെ ഈ ആഫ്രിക്കൻ രാജ്യത്ത് നിലനിൽക്കുന്ന അവിടുത്തെ ഭീകരമായ സാഹചര്യങ്ങളും മറ്റൊരുപാട് സാങ്കേതിക പ്രശ്നങ്ങളും തട്ടിപ്പുകളും ഒക്കെ തന്നെ ആയിരിക്കാം അവിടെ നിന്നുള്ള ഒരാൾക്ക് മാത്രം, അത് വളരെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അവിടെ വിസ അനുവദിക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് മാത്രം വിസ അനുവദിക്കുക എന്നുള്ള അപൂർവമായ സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. മറ്റു ചില രാജ്യങ്ങളെ ഭൂട്ടാൻ, പാപ്പുവ ന്യൂഗിനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ അപേക്ഷകർക്കും വിസ അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അവിടെ നിന്നുള്ള അപേക്ഷകൾ തീരെ കുറവായിരുന്നു എന്നുള്ളതാണ്. വളരെ കുറച്ച് അപേക്ഷകൾ മാത്രമേ ഉള്ളൂ. അതിൽ അർഹരായവരാണെന്ന് കണ്ടതിനെ തുടർന്ന് എല്ലാവരെയും അവിടെ വിസ അനുവദിക്കുന്നതിൽ അയർലൻഡിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതിന് കഴിഞ്ഞ ഒരു വർഷം അയർലൻഡിലേക്ക് വിസ അനുവദിച്ചത് 3,12,000 പേർക്കാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അഭിമാനകരമായ ഒരു നേട്ടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് വലിയൊരു ശതമാനം അപേക്ഷകൾ അയർലൻഡ് തള്ളിക്കളയായിരുന്നു. ഇത് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും, അതായത് അപകടകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. തീവ്രവാദവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവിടെ നിന്നുള്ള ആളുകൾക്കൊന്നും തന്നെ അയർലൻഡ് ഇക്കുറി വിസ അനുവദിച്ചിട്ടുമില്ല. അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു കാലത്ത് അവിടെ ഒരുപാട് ക്രമസമാധാന പ്രശ്നങ്ങളും തീവ്രവാദി ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യം കൂടിയായിരുന്നു. പക്ഷെ അതൊക്കെ മാറി പിന്നീട് അയർലൻഡ് വലിയ തോതിലുള്ള വികസനമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കേണ്ട എന്ന് തന്നെയാണ് അയർലൻഡ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ വർഷം 2,05,000 പേരാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അയർലൻഡിൽ വിസയ്ക്കായി അപേക്ഷിച്ചിരുന്നത്. അവരിൽ നിന്നാണ് ഇത്രയും പേരെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ കൃത്യമായ കണക്ക് പുറത്തുവിടാൻ ഐറിഷ് സർക്കാർ വിസമ്മതിച്ചിരുന്നു. എന്നാൽ പിന്നീട് വിവരാവകാശ പ്രവർത്തകർ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയെ തുടർന്നാണ് കൃത്യമായി എത്ര പേർക്കാണ് വിസ നൽകിയത് എന്ന്, ഏതൊക്കെ രാജ്യക്കാർക്കാണ് വിസ നൽകിയതെന്നും അടക്കമുള്ള കാര്യങ്ങൾ അയർലൻഡ് പിന്നീട് പുറം ലോകത്തെ അറിയിച്ചിട്ടുള്ളത്. ചിലർ സ്വന്തം രാജ്യത്ത് നിന്നുള്ള പാസ്പോർട്ടിൽ കൃത്രിമം കാണിച്ച് ഇവിടെ എത്തുകയായി നേരത്തെ കണ്ടെത്തിയിരുന്നു. അവരെ കൃത്യമായി തന്നെ പിടികൂടണമെന്ന് സർക്കാർ നേരത്തെ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഇത്തരത്തിലുള്ള വ്യാജരേഖകളുമായി എത്തുന്നവരെ പിടികൂടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയാണ് ഐറിഷ് സർക്കാർ ഇക്കുറി ഈ വിസ പരിശോധന കൃത്യമായി നടപ്പിലാക്കിയത്. മറ്റു ചിലരാകട്ടെ അയർലൻഡിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് വലിയ തുക നിക്ഷേപിക്കാറുണ്ടായിരുന്നു. ഇത് സംശയാസ്പദമായ രീതിയിലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും അവരുടെ അക്കൗണ്ടുകൾ സംബന്ധിച്ച മുഴുവൻ വിശദാംശങ്ങളും സമർപ്പിക്കണം എന്നുള്ള ഒരു കർശന നിർദ്ദേശം കൂടി അയർലൻഡ് നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ അയർലൻഡിലേക്ക് വരുന്ന ആളുകളെ കൃത്യമായി അവർക്ക് അരിച്ചെടുക്കാൻ, അത് കൃത്യമായി നല്ല ആളുകളെ മാത്രം, കുഴപ്പക്കാരെല്ലാം ഒഴിവാക്കിക്കൊണ്ട് യോഗ്യതയുള്ള ആളുകളെ മാത്രം കൊണ്ടുവരാനുള്ള ഒരു നടപടിക്രമങ്ങൾക്ക് ഇത് ആക്കം കൂട്ടി എന്ന് തന്നെയാണ് പറയപ്പെട്ടത്. ഇത് സംബന്ധിച്ച കർശനമായ നിർദ്ദേശം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റഷ്യയിൽ നിന്നുള്ള 94%-അധികം പേർക്കും ഫലസ്തീനിൽ നിന്നുള്ള 74%-ഓളം പേർക്കുമാണ് വിസ അനുവദിച്ചിട്ടുള്ളത്. കൂടാതെ റഷ്യയിൽ നിന്നും ഇക്കുറി വലിയ തോതിൽ ആളുകൾക്ക് അയർലൻഡിൽ വിസ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ തീരുമാനമാകാതെ നീളുന്ന സാഹചര്യത്തിൽ മറ്റേതെങ്കിലും രാജ്യത്ത് പോയി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമത്തിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം പലരും അയർലൻഡിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുള്ളതും അങ്ങനെ അയർലൻഡ് വിസയ്ക്ക് അപേക്ഷ നൽകിയതും. റഷ്യയിൽ നിന്നുള്ള 16,000-ലധികം പേർക്കും ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള 12,000-ലധികം പേർക്കും വിസ അനുവദിക്കാനും ഐറിഷ് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഈ പട്ടിക നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇക്കാര്യത്തിൽ ഇന്ത്യ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നാണ്. അയർലൻഡുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യക്കാരായി ഇന്ത്യ വീണ്ടും മാറുന്നു. ഇന്ത്യക്കാർ നേരത്തെയും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട് വിവിധ മേഖലകളിൽ. അവരുടെ കൂടി ഒരു കഴിവിൻ്റെ അടിസ്ഥാനത്തിലും ഇന്ത്യക്കാർ ഇപ്പോൾ അക്കാഡമിക് തലങ്ങളിലൊക്കെ തന്നെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതുമൊക്കെ
ഒരുപക്ഷെ ഇത്തരത്തിൽ വിസ അനുവദിക്കുന്നതിന് കാരണമായി തീർന്നിരിക്കാം. മാത്രമല്ല ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ മറ്റു പല രാജ്യങ്ങളോ പോലെ ഭീകര പ്രശ്നങ്ങളോ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഭീഷണികളും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ആളുകൾ ജോലി ചെയ്യാനോ പഠിക്കാനോ വേണ്ടി മാത്രമാണ് എത്തുന്നതെന്ന ഉറച്ച വിശ്വാസത്തിന് മേൽ തന്നെയാണ് അയർലൻഡ് ഒരുപക്ഷെ ഇത്രയും പേർക്ക് ഇപ്പോൾ വിസ അനുവദിച്ചിരിക്കുന്നത്.